ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ 5ാമത്തെ സെഷനാണ്. അതിനകത്ത് ലീഫിന്റെ അനാട്ടമിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഡൈക്കോട്ടിലിഡിനസ് ലീഫിന്റെ അനാട്ടമി അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ഡൈക്കോട്ടിലിഡിനസ് ലീഫ്. ഡൈക്കോട്ടിലിഡിനസ് ലീഫ് എന്ന് പറയുന്നത് ഡോർസി വെൻട്രൽ സർഫസ് ഉള്ളതാ, അതായത് ലീഫിന്റെ അപ്പർ സർഫസും ലോവർ സർഫസും എന്ന് പറഞ്ഞാൽ ലീഫ് എന്താ പറയാ അതിന്റെ ആ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഉള്ളോടം മേൽഭാഗത്തേക്കും അതുപോലെ ലൈറ്റ് ഗ്രീൻ കളർ ഉള്ളോടം താഴെ ഭാഗത്തേക്കും ആയിട്ട് ആണ് നിൽക്കുന്നത്. ഡോർസി വെൻട്രലി, ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും കാണാൻ കിട്ടും നമുക്ക്. അതേസമയം മോണോകോട്ടിലിഡിനസ് ലീഫിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രാസിന്റെ ഒക്കെ ലീഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോർസി വെൻട്രലി അല്ല, ഐസോ ബൈലാറ്ററൽ ആണ്. ഐസോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ അത് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ രണ്ട് സൈഡും, അതായത് ഇപ്പൊ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഉള്ളതും ഡാർക്ക് ഷെയ്ഡ് ഉള്ളതും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ രണ്ട് സൈഡും ഒരേപോലെ സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആണ്. പക്ഷെ ഡോർസി വെൻട്രൽ ലീഫിന് എങ്ങനെയാണ്, രണ്ട് സൈഡും ഒരേപോലെ സൺലൈറ്റിന് എക്സ്പോസ്ഡ് അല്ല. നമുക്കറിയാം നല്ല ഗ്രീൻ കളർ ഉള്ളതും സൺലൈറ്റിന് എക്സ്പോസ് ആയിട്ടും കുറച്ച് എന്താ പറയാ ലൈറ്റ് ഗ്രീൻ കളർ ഉള്ളതും സൺലൈറ്റിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അതിന്റെ അടിഭാഗത്തേക്കായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പോൾ ഡോർസി വെൻട്രൽ ലീഫ് ഇൻ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ വെർട്ടിക്കൽ സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോർസി വെൻട്രൽ ലീഫിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 പാർട്സ് മെയിൻലി കാണാൻ കഴിയുന്ന എപ്പിഡെർമിസും, ഇതാണ് എപ്പിഡെർമിസ്, ഇത് അടുത്ത എപ്പിഡെർമിസ്, അതേപോലെ തന്നെ മീസോഫിൽ സെൽസ്, ഇതിന്റെ ഉള്ളിൽ കാണുന്നത് ഈ സെൽസിനെയാണ് നമ്മൾ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാസ്കുലാർ സിസ്റ്റവും കാണാൻ പറ്റും. അപ്പൊ ഇതിന് എപ്പിഡെർമിസും മീസോഫിൽ സെൽസും വാസ്കുലാർ സിസ്റ്റം ആണ്. ഇതിനകത്ത് എപ്പിഡെർമിസ് എപ്പിഡെർമൽ ടിഷ്യൂവിന്റെ ഭാഗവും അതുപോലെ മീസോഫിൽ സെൽസ് ഫണ്ടമെന്റൽ ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗവും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, അതായത് സൈലം ഫ്ലോയം ദാറ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. എപ്പിഡെർമിസ് രണ്ട് സൈഡിലും കവർ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ എപ്പിഡെർമിസ് ഉണ്ട്, ഇതാ ഇവിടെ എപ്പിഡെർമിസ് ഉണ്ട്. ഇവിടെ ഈ മേൽഭാഗത്ത് കാണുന്ന എപ്പിഡെർമിസ് അപ്പർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ അപ്പർ സർഫസ് എന്ന് പറയും. ഈ അപ്പർ സർഫസിനെ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ് പറയാ, അഡാക്സിയൽ എപ്പിഡെർമിസ്. അതേപോലെ ലോവർ സർഫസിൽ കാണുന്ന എപ്പിഡെർമിസിനെ നമ്മൾ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ് പറയാ. അതിന്റെ ലോവർ സർഫസ്, അതായത് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ആവാതെ ഇങ്ങനെ താഴത്തേക്ക് കാണുന്ന ഭാഗത്തിനെ ലോവർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ലോവർ സർഫസ് അല്ലെങ്കിൽ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ് പറയുന്നത്. ഈ എപ്പിഡെർമിസ് റീജിയനിൽ ക്യൂട്ടിക്കലിന്റെ കോട്ടിംഗ് ഉണ്ടാവും കേട്ടോ. എപ്പിഡെർമിസ് റീജിയനിൽ ക്യൂട്ടിക്കലിന്റെ കോട്ടിംഗ് ഉണ്ടാവും, രണ്ട് ഭാഗത്തും ക്യൂട്ടിക്കലിന്റെ കോട്ടിംഗ് നമുക്ക് കാണാൻ കഴിയും. ഈ ക്യൂട്ടിക്കലിന്റെ കോട്ടിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്പിരേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അബാക്സിയൽ എപ്പിഡെർമിസിൽ സാധാരണയായിട്ട് കൂടുതൽ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് കാണാറുണ്ട്. അതേപോലെ അഡാക്സിയൽ എപ്പിഡെർമിസിൽ ചിലപ്പോൾ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് കാണുകയില്ല കേട്ടോ. ചിലതിനകത്ത് കുറച്ച് സ്റ്റൊമേറ്റാസ് കാണാം ചില പ്ലാന്റ്സിന്റെ ലീവ്സിൽ. അഡാക്സിയൽ എപ്പിഡെർമിസ്, അതായത് ഈ മേൽഭാഗത്തേക്ക് കാണുന്ന എപ്പിഡെർമിസിൽ എന്തുണ്ടാവില്ല? സ്റ്റൊമേറ്റ് ഉണ്ടാവുകയില്ല. സ്റ്റൊമേറ്റ് എല്ലാം കാണുന്നത് അബാക്സിയൽ എപ്പിഡെർമിസിലാണ് സാധാരണയായിട്ട് കാണുന്നത്, ഈ സ്റ്റൊമേറ്റ കാണുന്നത്. അതേപോലെ ഈ രണ്ട് എപ്പിഡെർമിസിനും ഇടയിൽ കാണുന്ന സെൽസിനെ നമ്മൾ മീസോഫിൽ സെൽസ് എന്നാണ് പറയുന്നത്. ഇതിനെ മീസോഫിൽ സെൽസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് എപ്പിഡെർമിസിനും ഇടയിൽ കാണുന്ന മീസോഫിൽ സെൽസ് ആണ്. മീസോഫിൽ സെൽസിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ മീസോഫിൽ സെൽസ് ആണ് ഫോട്ടോസിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് പാരൻകൈമ ടിഷ്യൂ കൊണ്ടാണ് കേട്ടോ. പാരൻകൈമ ടിഷ്യൂ കൊണ്ടാണ് മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ രണ്ട് തരത്തിലുള്ള പാരൻകൈമ ടിഷ്യൂ ആണ് ഉള്ളത്. ഒന്ന് പാലിസൈഡ് പാരൻകൈമയും ഒന്ന് സ്പോഞ്ചി പാരൻകൈമയും ആണ് കാണുന്നത്. പാലിസൈഡ് പാരൻകൈമ അത് അഡാക്സിയലി പ്ലേസ്ഡ് ആണ്, അതായത് ഇതിന്റെ അപ്പർ സർഫസിലേക്ക് നീങ്ങിയിട്ടായിരിക്കും പാലിസൈഡ് പാരൻകൈമ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് എലോങ്ങേറ്റഡ് സെൽസ് കൊണ്ടാണ്. അത് വെർട്ടിക്കലി ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് പാരലൽ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആയിട്ടായിരിക്കും കേട്ടോ. ഇതിന് പാരലൽ ആയിട്ടാണ് ഇത്, അങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് സെൽസ് ആണ്, വെർട്ടിക്കലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ്, പാരലലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇനി ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ് മീസോഫിൽ സെൽസ് ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതിന് നമ്മൾ സ്പോഞ്ചി പാരൻകൈമ എന്നാണ് പറയുന്നത്. സ്പോഞ്ചി പാരൻകൈമ സാധാരണയായിട്ട് അബാക്സിയൽ സർഫസിലേക്ക് നീങ്ങിയിട്ടായിരിക്കും കാണാം. അബാക്സിയൽ സർഫസ് അല്ലെങ്കിൽ ലോവർ എപ്പിഡെർമിസിലേക്ക് നീങ്ങിയിട്ടായിരിക്കും കാണാം. അതേപോലെ ആ സ്പോഞ്ചി പാരൻകൈമയുടെ ഇടയ്ക്ക്
കുറേ സ്പേസും കാണാം. കണ്ടോ, അതായത് ഇതേപോലെ കുറേ ക്യാവിറ്റീസും കാണാം. അതായത് ഇന്റർ സെല്ലുലാർ സ്പേസ് അല്ലെങ്കിൽ ന്യൂമറസ് ലാർജ് സ്പേസസ് ആൻഡ് എയർ ക്യാവിറ്റീസ് ഈ സെൽസിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിനകത്ത് കാണുന്ന, അപ്പോൾ നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റവും കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിനകത്ത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആണ്. വാസ്കുലാർ ബണ്ടിൽസ് അല്ലെങ്കിൽ സൈലോം ഫ്ലോയും ഇൻക്ലൂഡ് ചെയ്യുന്ന വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഇത് സാധാരണയായിട്ട് വെയിൻസിലും മിഡ്രിബിലും ഒക്കെയാണ് കാണുന്നത്. വെയിൻസിന്റെ ഉള്ളിൽ കൂടെ മിഡ്രിബിന്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് ഈ പറയുന്ന സൈലോം ഫ്ലോയും പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽ പാസ് ചെയ്യുന്നത്. വാസ്കുലാർ ബണ്ടിലിന്റെ സൈസ് ആ വെയിൻസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലിയ വെയിൻ ആണെങ്കിൽ വലിയ വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും അതിൽ കൂടെ പാസ് ചെയ്യുന്നത് കേട്ടോ. അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വെയിൻസും കാണാം, അതേപോലെ തന്നെ വളരെ നാരോ ആയിട്ടുള്ള വെയിൻസും കാണാം. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? വാസ്കുലാർ ബണ്ടിൽസ് പാസ് ചെയ്യുന്നുണ്ട്. ഈ വാസ്കുലാർ ബണ്ടില് ആ വെയിന്റെ തിക്നെസ് അനുസരിച്ച് വാസ്കുലാർ ബണ്ടിലിന്റെ വലുപ്പവും വ്യത്യാസം ഉണ്ടാവും. വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബണ്ടിൽ ഷീറ്റ് സെല്ല് കാണാൻ പറ്റും കേട്ടോ. അത് വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തിട്ട് ഈ ചുമപ്പ് കളറിൽ വരച്ചു വെച്ചേക്കുന്ന അതിന്റെ ബണ്ടിൽ ഷീറ്റ് സെല്ലാണ് കേട്ടോ. ബണ്ടിൽ ഷീറ്റ് സെൽസ് വാസ്കുലാർ ബണ്ടിലിനെ കവർ ചെയ്തിട്ട് കാണുന്നുണ്ടാവും. ഇനി സൈലോം ഫ്ലോയത്തിന്റെ അറേഞ്ച്മെന്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈലം ഇറ്റ് ഈസ് പ്രസന്റ് ടുവേർഡ്സ് ദ അഡാക്സിയൽ എപ്പിഡെർമിസ്. അതായത് അപ്പർ സർഫസിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് സൈലം ഇരിക്കുന്നത്. ഫ്ലോയം ഇരിക്കുന്ന ലോവർ സർഫസിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബാക്സിയൽ സർഫസിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്ലോയം ഇരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിനെ കവർ ചെയ്തിട്ട് ക്യൂട്ടിക്കിളിന്റെ എപ്പിഡെർമിസ് രണ്ട് ഭാഗത്തുണ്ട്. ദാ ഇവിടെ ഉണ്ട് ക്യൂട്ടിക്കിള്. അതേപോലെ തന്നെ ഇതിന് അപ്പർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ അഡാക്സിയൽ സൈഡ് എന്നാണ് പറയുന്നത്. ഇനി ലോവർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ബാക്സിയൽ സർഫസ് എന്നാണ് പറയുന്നത്. എപ്പിഡെർമിസിന് ചില എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ, അതിന് എപ്പിഡെർമൽ ഹെയർ എന്നാണ് പറയുന്നത്. അതേപോലെ ഇതിന് സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് ബാക്സിയൽ സർഫസിലുണ്ട്. ചിലതിൻ്റെ അകത്ത് അഡാക്സിയൽ സർഫസിലും സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് കാണും, പക്ഷെ നമ്പർ കുറവായിരിക്കും. ചിലതിൽ അബാക്സിയൽ സർഫസിൽ മാത്രമാണ് സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ് കാണാറുള്ളൂ. അതേപോലെ ബണ്ടിൽ ഷീറ്റ് സെല്ല് വാസ്കുലാർ ബണ്ടിലിനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫ്ലോയം അറേഞ്ച് ചെയ്തേക്കുന്ന ബാക്സിയൽ സർഫസിലേക്ക് അറേഞ്ച് ചെയ്തേക്കുന്ന ഫ്ലോയത്തിന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മീസോഫിൽ സെൽസ് രണ്ടായിട്ടാണ് കാണുന്നത്, സ്പോഞ്ചി പാരൻകൈമയും പാലിസൈഡ് പാരൻകൈമയും. സ്പോഞ്ചി പാരൻകൈമ അബാക്സിയൽ സർഫസിലേക്കും പാലിസൈഡ് പാരൻകൈമ അഡാക്സിയൽ സർഫസിലേക്കായിരിക്കും കാണുക. സ്പോഞ്ചി പാരൻകൈമയുടെ ഇടയിൽ കുറെ എയർ ക്യാവിറ്റീസും അതുപോലെ തന്നെ സ്പേസും ഇന്റർസെല്ലുലാർ സ്പേസസ് ഒക്കെ കാണും. പക്ഷെ പാലിസൈഡ് പാരൻകൈമയിൽ പില്ലർ പോലെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് പാരലലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ് പാലിസൈഡ് പാരൻകൈമ. അതിന്റെ ഇടയിൽ കൂടെ എയർ ക്യാവിറ്റീസ് ഒന്നും കാണാറില്ല. ഇനി ഇതിന്റെ ഉള്ളിൽ ഫ്ലോയും അബാക്സിയൽ സർഫസിലേക്ക് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലെ, അബാക്സിയൽ സർഫസിലേക്കാണ് ഫ്ലോയ അറേഞ്ച് ചെയ്തേക്കുന്നത്, അഡാക്സിയൽ സർഫസിലേക്കാണ് സൈലം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതേപോലെ അപ്പർ എപ്പിഡെർമിസും ക്യൂട്ടിക്കിളും എപ്പിഡെർമിസിനെ കവർ ചെയ്തിട്ടാണ് ക്യൂട്ടിക്കിൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡോർസി വെൻട്രൽ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡിനസ് ലീഫിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയൊന്ന് വായിച്ചു നോക്കാം. ദ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് എ ഡോർസി വെൻട്രൽ ലീഫ് ത്രൂ ദ ലാമിന ഷോസ് ത്രീ മെയിൻ പാർട്സ്, namely epidermis, mesophil and vascular system. The epidermis, which covers both the upper surface, that is adaxial epidermis, and the lower surface, that is abaxial epidermis of the leaf, has a conspicuous cuticle. The abaxial epidermis generally bears more stomata than the adaxial epidermis. The latter may even lack stomata. The tissue between the upper and lower epidermis is called mesophil. Mesophil, which possess chloroplast and carry out photosynthesis, is made up of parenchyma. It has two types of cells, that is palisade parenchyma and spongy parenchyma. The adaxially placed palisade parenchyma is made up of elongated cells which are arranged vertically and parallel to each other. The oval or round and loosely arranged spongy parenchyma is situated below the palisade cells and extend to the lower epidermis. There are numerous large spaces and air cavities between these cells. Vascular system includes vascular bundles which can be seen in the veins and the midrib. The size of the vascular bundles are dependent on the size of the veins. The veins vary in thickness in the reticulate venation of the dicot leaves. The vascular bundles are surrounded by a layer of thick-walled bundle sheath cells. Look at figure 6-8a and find the position of xylem in the vascular bundle. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്ന വേറൊരു അഡീഷണൽ ഡയഗ്രാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഡയഗ്രത്തിലെ ഇതെല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഡയഗ്രാം ഇതാണ്. കണ്ട
അഡാക്സിയൽ എപ്പിഡെർമിസ് കൊടുത്തിട്ടുണ്ട്, പാലിസൈഡ് മീസോഫിൽ കൊടുത്തിട്ടുണ്ട്, എയർ ക്യാവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, സ്പോഞ്ചി മീസോഫിൽ, സ്പോഞ്ചി പാരൻകൈമ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റീസ്. അതായത് ഈ സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന ആ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്, അതിന് സബ്സ്റ്റൊമേറ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അബാക്സിയൽ എപ്പിഡെർമിസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബണ്ടിൽ ഷീറ്റ് സെല്ല്, ഈ വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്തിട്ടുള്ള ബണ്ടിൽ ഷീറ്റ് സെല്ല് കാണിച്ചിട്ടുണ്ട്. അതേപോലെ സൈലം ദേ അപ്പർ പോർഷനിലേക്ക് ഈ കാണിച്ചേക്കുന്ന സൈലം ആണ്, ഫ്ലോയം ദ ഈ പോർഷൻ. അത് ഞാൻ ഇവിടെ വേറൊരു ഡയഗ്രം എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തേക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് മനസ്സിലാവില്ല ഒന്ന് അഡാക്സിയൽ സർഫസിലേക്കും ഒന്ന് അബാക്സിയൽ സർഫസിലേക്കും ആണെന്ന്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൈലം അഡാക്സിയൽ സർഫസിലേക്കും ഫ്ലോയും അബാക്സിയൽ സർഫസിലേക്കും ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ഡയഗ്രം എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡൈക്കോട്ടിലിഡിനസ് ലീവ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഐസോബൈലാറ്ററൽ അല്ലെങ്കിൽ മോണോകോട്ടിലിഡിനസ് ലീഫ് നോക്കാം. അനാട്ടമി ഓഫ് ഐസോ ബൈലാറ്ററൽ ലീഫ് നോക്കുമ്പോൾ അത് ഡോർസി വെൻട്രൽ ലീഫിന് സിമിലർ ആയിട്ടുള്ള അനാട്ടമി തന്നെയാണ് പല കാര്യങ്ങൾക്കും. പക്ഷേ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ അത് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ക്യാരക്ടേഴ്സിലാണ് അത് ഡിഫറൻസ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഐസോ ബൈലാറ്ററൽ ലീഫിൽ സ്റ്റൊമേറ്റ, ഈ ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ലീഫ്. അതായത് ഇപ്പൊ നമ്മളൊരു ലീഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഫ് ഇതാ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്നതിന് ഐസോ ബൈലാറ്ററൽ എന്ന് പറയും. അതേസമയം ദാ ലീഫ് ഇതാ ഇങ്ങനെയാ നിൽക്കുന്നതെങ്കിൽ നോക്കിക്കേ, ഇതിന്റെ ഈ സൈഡ് സണ്ണിന് എക്സ്പോസും ഇപ്പുറത്തെ സൈഡ് സണ്ണിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിന് ഡോർസി വെൻട്രൽ എന്ന് പറയും. ഐസോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും ഒരേപോലെ സണ്ണിലേക്ക് എക്സ്പോസ് ആയി നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഐസോ ബൈലാറ്ററൽ ലീഫ് നോക്കിയാൽ അതിന്റെ സ്റ്റൊമേറ്റ പ്രസന്റ് ചെയ്തേക്കുന്ന രണ്ട് സർഫസിലും, അതായത് രണ്ട് എപ്പിഡെർമിസിലും, അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും ഈക്വൽ ആയിട്ട് തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? സ്റ്റൊമേറ്റ അബാക്സിയൽ സർഫസ് അല്ലെങ്കിൽ ലോവർ എപ്പിഡെർമിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഡോർസി വെൻട്രൽ ലീഫില് അത് നേരെ സണ്ണിലേക്ക് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ലോസ് ഒരുപാടായി പോകും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലോവർ എപ്പിഡെർമിസിലേക്ക് സ്റ്റൊമേറ്റോ ഓപ്പൺ ചെയ്തിട്ടുള്ള ഡോർസി വെൻട്രൽ ലീഫില്. ഇപ്പൊ ഇവരുടെ കേസിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം രണ്ട് സൈഡും ഒരേപോലെ സൺലൈറ്റിലേക്ക് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെയാണ് സ്റ്റൊമേറ്റയുടെ ഡിസ്ട്രിബ്യൂഷനും ഇൻ ദ കേസ് ഓഫ് ഐസോ ബൈലാറ്ററൽ ലീഫ്. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേപോലെ മീസോഫിൽ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. കണ്ടോ? പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് മീസോഫിൽ സെൽസ് എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഇതാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗ്രാസസിലൊക്കെ, അതായത് ഈ പറയുന്ന മോണോകോട്ടിലിഡിനസ് ലീവ്സിൽ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസും വെയിൻസും കൂടെ മോഡിഫൈ ചെയ്തിട്ട് വലിയ എംടി കളർലെസ് സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ സെൽസിനെ നമ്മൾ ബുള്ളിഫോം സെൽസ് എന്നാണ് പറയുന്നത്. അതായത് അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ്, ഇവിടെ അഡാക്സിയൽ സർഫസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അപ്പർ എപ്പിഡെർമിസിനല്ല അഡാക്സിയൽ സർഫസ് എന്ന് പറയുന്നത്. അഡാക്സിയൽ സർഫസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പുല്ലിന്റെ കേസിലൊക്കെ ആണെങ്കിൽ പോലും ഐസോ ബൈലാറ്ററലിലാണ് നിൽക്കുന്നെങ്കിലും നമുക്ക് കുറച്ച് ഗ്രീൻ കളർ കൂടിയതും അതേപോലെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡും കാണാമല്ലോ. അതായത് നമ്മൾ ഇലയുടെ അകവും പുറവും എന്ന് പറയില്ലേ, അതിൻ്റെ അകത്ത് ആ അകം അതാണ് അതിന്റെ അഡാക്സിയൽ സർഫസ്, അതിന്റെ പുറം ഭാഗം അബാക്സിയൽ സർഫസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ അകം ഭാഗം അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസും അതേപോലെ വെയിൻസും കൂടെ മോഡിഫൈ ചെയ്തിട്ട് വലിയ കളർലെസ് ആയിട്ടുള്ള എംടി സെൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള സെൽസിനെ നമ്മൾ ബുള്ളിഫോം സെൽസ് എന്നാണ് പറയുന്നത്. ബുള്ളിഫോം സെൽസ് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള സെൽസിനെ കേട്ടോ. ഇനി ദാ ഇവിടെ നോക്കിക്കേ, അഡാക്സിയൽ എപ്പിഡെർമിസ് ദാ ഈ കാണുന്നതാണ് സൈലം ഫ്ലോയം പറയാം. മീസോഫിൽ സെൽസ് ഈ കാണുന്നതാണ്. അബാക്സിയൽ എപ്പിഡെർമിസ് ദാ ഈ കാണുന്നതാണ് കേട്ടോ. അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ. പക്ഷെ ഈ ഒരു ഡയഗ്രത്തിൽ അപ്പർ എപ്പിഡെർമിസ് ലോവർ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നല്ലത് അഡാക്സിയൽ അബാക്സിയൽ എന്ന് പറയുകയാണ്. ഈ ഒരു ഡയഗ്രത്തിൽ അത് നിങ്ങൾ എന്താ കണക്കാക്കണ്ട, അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അഡാക്സിയൽ അബാക്സിയൽ എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ആ ഗ്രീൻ കളർ കൂടിയിടം, അതായത് ഇലയുടെ അകംഭാഗം എന്ന് നമ്മൾ പറയുന്നത് അഡാക്സിയലും പുറം ഭാഗം എന്ന് പറയുന്നത് അബാക്സിയലും ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അഡാക്സിയൽ എപ്പിഡെർമിസും വെയിനും കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് ചില സ്പെഷ്യൽ സെൽസ് ആയിട്ടുള്ള ബുള്ളിഫോം സെൽസ്, കളർലെസ് സെൽസ്, അതായത് കുറച്ച് വലിയ ലാർജ് എംടി സെൽസ്, കളർലെസ് സെൽസ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ.
ഇതിനെ നമ്മൾ ബുള്ളിഫോം സെൽസ് എന്ന് പറയും. ഈ ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബുള്ളിഫോം സെൽസ് വെള്ളം അബ്സോർബ് ചെയ്ത് അത് ടർജിഡ് ആയിട്ട് നിൽക്കും. ലീഫ് സർഫസ് അന്നേരം എക്സ്പോസ് ആയിരിക്കും. കാരണം ബുള്ളിഫോം സെൽസ് എല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ ലീഫ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കും. അപ്പൊ എന്തായി, അത് ആ ഒരു കണ്ടീഷനിൽ പ്ലാന്റിന് വാട്ടർ സ്കാഴ്സിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അതായത് മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മോണോകോട്ടിലിഡീനസ് പ്ലാന്റ്സിന്റെ ലീവ്സ് ചുരുണ്ടുകൂടാതെ നിൽക്കുന്നതാണ് അല്ലെ, കേളി ആയിട്ടല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്താണ്, ഈ ബുള്ളിഫോം സെൽസ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ടർജിഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, ടർജിഡിറ്റി ഉള്ളത് കൊണ്ടാണ് ബുള്ളിഫോം സെൽസിൽ കേട്ടോ. അതേപോലെ തന്നെ ഈ വാട്ടർ സ്ട്രെസ് വരുമ്പോൾ വെൻ ദേ ആർ ഫ്ലാസിഡ്, ഫ്ലാസിഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് മാറുന്നതാണ് കേട്ടോ ഫ്ലാസിഡ് എന്ന് പറയുന്നത്. അതായത് വാട്ടർ സ്ട്രെസ് വരുന്ന സമയത്ത് ഇവർ വലിച്ചു വെച്ചേക്കുന്ന വെള്ളം മുഴുവൻ റിലീസ് ചെയ്തിട്ട് അവർ നോർമൽ ആയിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ അവർ വെള്ളം മുഴുവൻ പുറത്തേക്ക് കളയുമെന്ന്, കളഞ്ഞ് ഷ്രിങ്ക് ആവുമെന്നല്ല പറഞ്ഞത്, അത് ഷ്രിങ്ക് ആവില്ല, അതിന്റെ നോർമൽ കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഫ്ലാസിഡ് സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്യുന്നത് വാട്ടർ സ്ട്രെസ് വരുമ്പോൾ. അപ്പൊ എന്താവും അറിയോ, ഈ ലീഫിന് സ്പ്രെഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ലീവ്സ് ബിക്കം കേൾ, അത് ലീഫ് പതുക്കെ ചുരുണ്ടു വരും കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതിന്റെ സ്റ്റൊമേറ്റൊക്കെ എക്സ്പോസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുള്ള സ്റ്റൊമേറ്റോ ഒട്ടും എക്സ്പോസ് ആവില്ല അല്ലെ. അപ്പൊ അതിന്റെ വാട്ടർ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതിന് ആ ബുള്ളിഫോം സെൽസിന് ടർജിഡിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതുപോലെ ഫ്ലാസിഡ് സ്റ്റേറ്റ് ആവുന്നു കേട്ടോ. ഒരിക്കലും ഷ്രിങ്കിങ് സ്റ്റേറ്റ് അല്ല, ഫ്ലാസിഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ബുള്ളിഫോം സെൽസ് വാട്ടർ സ്കാഴ്സിറ്റി വരുമ്പോ. അത് ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് വീനേഷൻ എന്ന് പറയുന്ന പാരലൽ വീനേഷൻ ആണ് മോണോകോട്ടിലിഡിനസ് ലീവ്സിന്റെ കേസിൽ. പക്ഷെ ഡൈകോട്ടിലിഡിനസ് ലീവ്സിന്റെ കേസിലോ അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയതുകൊണ്ട് വലിയ വെയിൻസും വളരെ ചെറിയ വെയിൻസും ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൻസിനെല്ലാം ഏകദേശം ഒരേ വലുപ്പം തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ആ വെയിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന വാസ്കുലാർ ബണ്ടിൽസിനും ഏകദേശം ഒരു വലുപ്പം തന്നെയായിരിക്കും. ഇനി എന്തെങ്കിലും വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ മേജർ വെയിനിൽ മാത്രമായിരിക്കും വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പൊ പാരലൽ വീനേഷൻ ആണ് മോണോകോട്ടിലിഡിനസ് ലീവ്സിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിൽസ് ഏകദേശം ഒരേ വലിപ്പമുള്ളതായിരിക്കും ഈ വെയിൻസിൽ കൂടെ പാസ് ചെയ്യുന്നത്. കാരണം എല്ലാ വെയിൻസിന്റെ സൈസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുപോലെ മെയിൻ വെയിൻ വന്നിട്ട് കുറച്ച് വലിപ്പം കൂടിയതായിരിക്കും. അതിനകത്ത് മാത്രം എന്തെങ്കിലും ചെറിയൊരു വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ ലീഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേപോലെ ഇവിടെ അഡാക്സിയൽ സർഫസിലേക്കാണ് അതിന്റെ സൈലം അറേഞ്ച് ചെയ്തേക്കുന്ന, അബാക്സിയൽ സർഫസിലേക്കാണ് അതിന്റെ ഫ്ലോയം അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് അഡാക്സിയൽ എപ്പിഡെർമിസ് അല്ലെ. ഈ അഡാക്സിയൽ എപ്പിഡെർമിസിലേക്കാണ് എന്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്, സൈലം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതേസമയം ഫ്ലോയം അറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടോ, ഈ ഭാഗത്താണ് ഫ്ലോയം അറേഞ്ച് ചെയ്തേക്കുന്നത്. അബാക്സിയൽ എപ്പിഡെർമിസിലേക്കാണ് ഫ്ലോയം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡോർസി വെൻട്രൽ ലീഫിലെ പോലെ തന്നെ, അത് ഡിഫറൻസ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതി വെക്കാത്തത് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. The anatomy of isobilateral leaf is similar to that of dorsiventral leaf in many ways. It shows the following characteristic differences. In an isobilateral leaf, the stomata are present on both the surface of the epidermis, and the mesophyll cell is not differentiated into palisade and spongy parenchyma. In grasses, certain adaxial epidermal cells along the vein modify themselves into large empty colorless cells. These are called bulliform cells. When the bulliform cells in the leaves have absorbed water and are turgid, the leaf surface is exposed. When they are flaccid due to water stress, they make the leaves curl inwards to minimize water loss. The parallel venation in monocot leaves is reflected in the near similar sizes of vascular bundle, except in main veins are seen in vertical section of the leaves. കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അനാട്ടമി ഓഫ് ദ ലീവ്സ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ വളരെ ചെറുതാണ്, ഒരു കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇനി പഠിക്കുന്നത് നമ്മൾ പുതിയ ടോപ്പിക്കാണ്, സെക്കൻഡറി ഗ്രോത്ത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് പഠിക്കാൻ. യു ഹാവ് ടു സ്റ്റഡി ദീസ്. നമ്മൾ അഡീഷണൽ ഡയഗ്രാം കാണിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്ലിയർനെസ് കുറവ് ഈ ഡയഗ്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.